ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഞാനിവിടെ മാംഗ്ലൂർ ട്രഡീഷണൽ റെസിപ്പി ആയിട്ടുള്ള റാഗിയുടെ സർബത്തിൻ്റെ റെസിപ്പി ഞങ്ങൾ നോക്കാം. അപ്പോൾ ഈ റാഗിയുടെ കുടിക്കോ നിങ്ങൾ കൊണ്ടുണ്ടല്ലേ പണ്ടല്ല മാംഗ്ലൂർ അപ്പുറമല്ല നോമ്പിലല്ല യാറാക്കി ഒരു കുടിക്കായിട്ട് ഈ ഒരു കുടിക്കോ. ഇത് മാത്രമല്ല റാഗിയുടെ പല ടൈപ്പിലുള്ളതും ആക്കിയെന്നാറ്. പിന്നെ അതുപോലെ ഞങ്ങൾ ഇങ്ങനത്തെ മണ്ണി അങ്ങനത്തെതെല്ലാം ആയിട്ട് യാറാക്കി വരുന്നത്. അപ്പോൾ എല്ലാം ചുമ ഞങ്ങളെല്ലാം ചിരിക്കുമ്പോഴത്തേക്ക് ഫ്രൈ ഐറ്റംസ് അങ്ങനത്തെതെല്ലാം ആക്കിയെന്നല്ല ഇതുപോലത്തെ ആയിട്ടിക്കറ് ചെന്നെങ്കിൽ ഞങ്ങൾ നോമ്പിലെ ഉഷ്ണத்துக்கு ഞങ്ങൾ തടിക്കുന്നല്ല. പിന്നെ അതുപോലെ നോമ്പിലെ മാത്രമല്ല ചൂട് കാലത്തിലെല്ലാം ഞങ്ങൾ ഇപ്പോൾ നല്ല ഉഷ്ണമായെങ്കിലെല്ലാം തടിക്ക് സംപ്പും എല്ലാത്തും ഇപ്പോൾ റാഗിയുടെ ഹെൽത്ത് ബെനിഫിറ്റ് എല്ലാം കൊണ്ടുണ്ടല്ലോ അത്രയും നല്ല ആയിട്ടിക്കറ് ഞങ്ങൾ റാഗി. അതേപോലെ ഇത് ഞങ്ങൾ തേങ്ങയുടെ പാലെല്ലാം ബിത്തിട്ടാക്കറ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിക്കറ്, നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്, സൂപ്പർ ടേസ്റ്റ് ആയിട്ടിക്കറ്. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കുടിക്കായിട്ടിക്കറ് ഈ ഒരു റാഗിയുടെ കുടിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കട്ടറേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ആക്കാൻ നോക്കൂ എങ്ങനെ ആക്കിയിട്ട് ഞങ്ങൾ നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റാഗിയുടെ കുടിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റാഗി എടുത്തിട്ട് ഫസ്റ്റ് ചന്ത കൽകി എടുത്തേ. ഒരു കപ്പ് 250 ml കപ്പിൽ ഫുള്ള് ഒരു കപ്പ് എടുത്തേ നിറച്ചു. അത് കലക്കിയിട്ട് ഇതുപോലെ ഒന്ന് അരിപ്പയിലിട്ട് വെക്കണം. ചെന്നെങ്കിൽ അതിൽ തണ്ണിയെല്ലാം അരിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്ത് എങ്ങനെ ചെന്നാൽ ഞങ്ങൾ എക്സ്ട്രാ തണ്ണി ബീത്തറ ആ ബീത്തറ തണ്ണി ഞങ്ങൾ കറക്റ്റ് അളവ് കിട്ടുക. അപ്പോൾ ഒരു കപ്പ് ഇത് തണ്ണിയെല്ലാം അരിഞ്ഞാൽ പിന്നെ മിക്സി കിട്ടിയിട്ട് ഒരു കപ്പ് തണ്ണി ബീത്തിട്ട് അതേ കപ്പിൽ ഒരു കപ്പ് തണ്ണി ബീത്തിട്ട് ഇതുപോലെ നൈസായിട്ട് അരച്ചെടുത്തേ. അപ്പോൾ നിങ്ങൾ കപ്പിൽ എനിക്കുണ്ടെങ്കിൽ ഒരു ബൗളിൽ നിങ്ങൾ റാഗി എടുக்கிறீங்க അതേ ബൗളിൽ இதுக்கு வேணே தண்ணி அளந்துட்டு எடுத்துங்கிட்டு அப்போ ஒரு கப்பு தண்ணி ஊற்றிட்டு அரைச்சி எடுத்துறேன். ஃபஸ்ட் ஒரு கப்பு தண்ணி ஊற்றிட்டு இது போல் ഒന്ന് മിക്സ് ആക്കിയിട്ട് പാലെടുക്കണം. ഇതുപോലെ നിങ്ങൾ അരിപ്പയില അതല്ലെങ്കിൽ കോട്ടൺ തുണിയില ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള വലിയ അരിപ്പയില അതിൽ കണ്ണുണ്ടല്ലോ അത് വലിയ കണ്ണ് അത് ചെറുതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ അരിപ്പയില അരച്ചെടുക്കുക. ഇതും അങ്ങനെ ഇതും ചുമ ചെറിയതല്ല. നിങ്ങൾ ഈ ഒരു റാഗിയുടെ നിങ്ങൾ അരച്ചെടുக்கிறല്ലേ അത് ഫസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. ചെറിയ അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ 2 കപ്പ് തണ്ണി ஊற்றி അരച്ചെടുത്തറ. ബാക്കി നിങ്ങൾ ആ റാഗിയുടെ ഇത് പണ്ടല്ലേ ബാക്കി ಅದಕ್ಕೆ ಇನ್ನೊಂದು ಕಪ್ ಫಸ್ಟ್ ನಂಗೆ ഒരു കപ്പ് തണ്ണി ಬಿತ್ತಿട്ട് ഒന്നും കൂടി അരച്ചെടുക്കണം. അതിൽ പാലുണ്ടോ അത് വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ ഇത് രണ്ടാമത് ആ റാഗിയുടെ ഇതെല്ലാം എടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുത്തറ. അപ്പോൾ ഇത് ടോട്ടലായിട്ട് ഇവിടെ 3 കപ്പ് തണ്ണി ഇട്ട് കണ്ടല്ലേ. അപ്പോൾ ഈ വെച്ചാൽ ഈ പാലുണ്ടല്ലേ പാൽ ഒന്നും കൂടി ഞാൻ ചെറിയൊരു അരിപ്പയിലിട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക. ചെന്നെങ്കിൽ തെല്ലും തരി കൊതിരാ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇതിൽ കണ്ടല്ലേ ചെറിയ ചെറിയ തരി ഉണ്ട് ഇതിൽ. ചെന്നെങ്കിൽ ഈ അരിപ്പയുടെ കണ്ണി തെൽ വലിയത്. അപ്പോൾ അത് കൊണ്ടിട്ട് ഒന്നും കൂടി നിങ്ങൾ ചായ അരക്കിற അരിപ്പയിൽ ഇനി കോട്ടൺ തുണിയിൽ അരക്കിറിங்க അത് നല്ലേ. അപ്പോൾ ഇതെല്ലാം റാഗിയുടെ പാൽ ചന്ത അരച്ചെടുത്തറ. 3 കപ്പ് തണ്ണി ബീത്തിര ಇದಕ್ಕೆ ഇപ്പോൾ ಗೊತ್ತಾಯ್ತല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾ ഏത് ഇടത്തിൽ ഞങ്ങൾ ഇത് മണ്ണി ആക്കറ ഒരു പാത്രത്തേക്ക് ബീത്തി കൊടുക്കണം. ടേസ്റ്റ് വേണേ എത്ര ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു റാഗിയുടെ മണ്ണി ഞാനിപ്പോൾ ഇത് മധുരം ഇടില്ല. ഇത് ഞങ്ങൾ പൊട്ടി ആക്കണം ഉപ്പിട്ടിട്ട് മാത്രം. ഉപ്പ് മാത്രം ഇട്ടെങ്കിൽ ഇത് വേറെ എന്തിട്ടുണ്ടില്ല. ഇനി ഒരു സമയം കുറേ ആളുകളെല്ലാം അങ്ങനെ പൊട്ടായിട്ട് ഇങ്ങനെ കുടിക്കുകയില്ല ഇഷ്ടമില്ല കണ്ണി. ಇದಕ್ಕೆ ಬೇನುಂಟಾಗಿ ತೆಲ್ಲ ಚಕ್ಕರೆ ಇಟ್ಟೋಲ್ಲ ಚೊಮ್ಮೆಲ್ಲ ಲೈಟ್ ಆയിട്ടുള്ള മധുര ಬೇನಿಗೆ ഇട്ടോല്ല. ഞാനിപ്പോൾ ഇതിടില്ല. ഞാനിത് പൊട്ടി ആക്കറ്. ഞങ്ങൾ തേങ്ങയുടെ പാലിಗೆ ചക്കര ഇട്ടറല്ലേ. അപ്പോൾ അത് കൊണ്ടിട്ട് ಇದಕ್ಕೆ ನಾನು ಮಾತ್ರ ಇಟ್ಟಿಲ್ಲ. അപ്പോൾ ഇതൊന്ന് ഞങ്ങൾ ಬೆರಗ್ಗೆ എടുക്കണം. തണ്ണി ನಾನು ಚೊಲ್ಡೆ ഇപ്പോൾ ഞങ്ങൾ 3 കപ്പ് തണ്ണി ಬೀತಿಟ್ಟು ഇതാക്കിற ಗಟ್ಟಿಯಾയിട്ട് ಬರುತ್ತೆ. ತಣ್ಣಿ ಬೇನುಂಟಾಗಿ ഞങ്ങൾ ಫಸ್ಟ್ ಬೀತಿ ಕೊಡ್ತಿಂಗಾಯ್ತು. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഒന്ന് വേഗമേ ഇടും. റാഗിയുടെ മണ്ണിക്ക് ചുമ ടൈം എന്തില്ല വേഗമേ ഇടും. പിന്നെ മണ്ണി ഞാൻ ബാക്കി ഞങ്ങൾ കടലಬೇಳೆയുടെ മണ്ണി അതേപോലെ ಗೋಧಿರ മണ്ണി റാഗിയുടെ മണ്ണി ಅದರ ರೆಸಿಪಿ ಎಲ್ಲ ನಾನು ಮುನ್ನೋಳು വീഡിയോ അപ്ലോഡ് ആക്കിരാ. അതെല്ലാം ಬೇನುಂಟಾಗಿ നോക്കും. ನಾನು ಡಿಸ್ಕ್ರಿಪ್ಷನಿൽ ಅದರ ಲಿಂಕ್ കൊടുക്കുറേ. അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് മണ്ണി അങ്ങനെ ആക്കുന്നുണ്ട്. ಗೋಧಿರ മണ്ണി ആകും അതെല്ലാം ഞാൻ വീഡിയോ ഇട്ടേ. അത് ಬೇನುಂಟಾಗಿ നോക്കൂ. അപ്പോൾ ഇതുപോലെ ഗട്ടിയായിട്ട് വരുമ്പോൾ അപ്പോൾ ഞാൻ അതേ കപ്പിൽ ഒരു 1/4 കപ്പ് എത്ര തന്നെ എടുത്ത് വെച്ചിരേ. തെല്ല ഞങ്ങൾ ಬೇನುಂಟಾಗಿ ബിത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഗട്ടിയായിട്ട് വരുമ്പോൾ തെല്ല സ്പീഡിൽ ഇങ്ങനെ മിക്സ് ആക്കി ഇങ്ങിട്ട് ചന്ത വേഗമേ ആവും. അപ്പോൾ ഇത് ಗಟ್ಟಿಯಾയോണ്ട് ಬಂದರಲ್ಲೇ. ಇನಿപ്പോൾ ഞങ്ങൾ എടുത്ത് വെച്ച് തന്നെ ഇത് ಗಟ್ಟಿಯಾവുടಂಗನೆ ಫಸ್ಟ್ ಬೀತಿ ಕೊಡ್ತಿಂಗೈತೆ. അപ്പോൾ തന്നെ ഞങ്ങൾ ഒർക്കമേ ബീത്തിട്ട് ഇത് ಬೇರೆ ಬೇಕುತ್ತೀರಾ ಅವ್ರ ತೆಲ್ಲ ತಣ್ಣಿ ഇപ്പോൾ ನಾನು കാട്ടിയില്ല. അതുപോലെ എടുത്ത് വെച്ചിട്ട് ಗಟ್ಟಿಯಾയോണ്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ಬೇನುಂಟಾಗಿ ಮಾತ್ರ ബീത്തിಂಗೈತೆ. അപ്പോൾ ഇതിൽ ഞാനിത് കാട്ടുന്നത് കറക്റ്റായിട്ടിരിക്കുക തന്നെ. ഒരു സമയം നിങ്ങൾ അത് ഒർക്കമേ ബീത്തണ്ട. ഇങ്ങനെ തെല്ല തണ്ണി ബാക്കി വെച്ചിട്ട് ഇങ്ങനെ ಗಟ್ಟಿಯಾവുമ്പോൾ ഞങ്ങൾ ಬೇನುಂಟಾಗಿ ಮಾತ್ರ ബീത്തിക്കൊണ്ടെങ്കೈತೆ. ഇതുപോലെ ചന്ത മിക്സ് ആക്കും. കൈ വിടാണ്ട് ഇതുപോലെ മിക്സ് ആക്കിക്കൊണ്ട് വേണം. അപ്പോൾ എടുത്ത് വെച്ച് തന്നെ ഇതാ ഫസ്റ്റ് തെല്ല് ബീത്തിര കണ്ടില്ല ಗಟ್ಟಿയുണ്ടോ. ಇದು ಲೂಸ್ ಆಗೋತೀರಾ ಮೊನ್ನೆ ಲೂಸ್ ಆಗಿ ನಂಗೆ ಕಟ್ಟಾಕಿಟ್ಟು ಪೀಸ್ ಹಾಕಿರಲ್ಲ. ಪೀಸ್ ಹಾಕೊಂಬಲ್ಲ ನಂಗೆ ಸಮ ಪೀಸ್ ಹಾಕೋಗೆಲ್ಲ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല കറക്റ്റായിട്ട് ഇത് ഗട്ടിയിൽ വേണം. അപ്പോൾ ഫസ്റ്റ് തണ്ണി ബീത്തി കൊടുത്തിട്ട് ഞാൻ എടുത്ത് വെച്ചത്. ഇപ്പോൾ ഇങ്ങനെ ഗട്ടിയായിട്ട് വന്നാൽ പിന്നെ ഒരു 10-12 മിനിറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ಬೆರಗಿട്ട് എടുക്കണം. ಬೇವಂಟ ಹೋಗುತ್ತೀರಾ ಮಣ್ಣಿ ಬೇವಂಟಾಗೂ ನಂಗೆ ಕರೆಕ್ಟಾയിട്ട് ಆ ಪೀಸ್ ನಂಗೆ ಕಟ್ಟಾಕುವೆಲ್ಲ കിട്ടില്ല. അപ്പോൾ ಬೇವಣಿದು പിന്നെ ചുമ്മ ഞങ്ങൾക്ക് ബാക്കി മണ്ണിയുടെ പോലെ ಇದಕ್ಕೆ ചുമ്മ ടൈമില്ല വേഗമേ ആവും റാഗിയുടെ മണ്ണി.
അപ്പോൾ കണ്ടല്ലേ ഞാൻ എടുത്ത് വെച്ച തണ്ണി എല്ലാം ബീത്തര അപ്പോൾ ഒരു 3-3.25 കപ്പ് അത്ര തണ്ണി ഞങ്ങൾ ಇದಕ್ಕಪ್ಪ ഈ ഒരു കപ്പ് ರಾಗಿಗೆ ನಂಗೆ ಬೇನವಡು അപ്പോൾ ಅದು ನೋಕ್ಕೊಳ್ಳೋರು ಅತ್ರಮೇ ಇಟ್ಟಿಕ್ಕಿರಿ ಕರೆಕ್ಟ್ ತಣ್ಣಿ ಇಟ್ಟಿಕ್ಕಿರಿ 3.25 ಕಪ್ ಅದ್ರ ಕಾಟಿ ಯಾರೋ ಬೇನುಂಟಿಲ್ಲ ನೋಕ್ಕೊಳ್ಳೋರು അപ്പോൾ ഇതാ ഇനിയിപ്പോൾ തണ്ണി വിത്തന്നെ നല്ല ഒന്ന് ഇത് മിക്സ് ആക്കി എടുത്തെങ്കിൽ ഇതുപോലെ ഇതേ അളവിൽ നിങ്ങൾ തണ്ണി വിത്തിട്ട് അക്കിയും കഴിത്തു അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് കിട്ടുക മണ്ണി ലൂസായിരിക്കന്നെ ഞങ്ങൾ ഇത് ഗട്ടിയാവും ചുമ ടൈം എടുക്കരുത് പിന്നെ അത് നിങ്ങൾ കട്ടാക്കുമ്പോൾ സമയമില്ല ഒരു സമയം നിങ്ങൾ അങ്ങനെ തണ്ണി ഇത് തണ്ണിയിൽ ബീത്തിയത് യാറായി പോയിട്ട് ലൂസായിട്ടെന്ന് കണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊണ്ടുമില്ല ಅದಕ್ಕೆ നിങ്ങൾ ಬೇನಿಗೆ കോൺഫ്ലോർ കലക്കിയിട്ട് ബീത്തിങ് അതും അവിടെ അങ്ങനെ ഞങ്ങൾ ആക്കിയെടുക്കുക ഒരു സമയം ലൂസായെങ്കിൽ ഇതേ നിങ്ങൾ തണ്ണി വിത്തിട്ട് ഇതേ അളവിൽ നിങ്ങൾ ആക്കിയെങ്കിൽ കറക്റ്റായിട്ട് ഞങ്ങൾ പണ്ട് പെർഫെക്റ്റായിട്ട് കിട്ടുക അപ്പോൾ ഇത് മണ്ണി ആയതുകൊണ്ട് വന്നിട്ട് വെന്തിട്ട് വന്നിട്ട് ഇത്രയും മയാവും കണ്ടല്ലേ ನಂಗೆ ಗಟ್ಟಿಯಾയിട്ട് ಬಂದಲ್ವೇನೋ ഒരു 10-12 മിനിറ്റ് ഞങ്ങൾ ഇത് ബരകി എടുത്തെങ്കിട്ട് ആയിത്തോടെ ഇത് എടുக்கிறேன் நான் അപ്പം ഞാൻ ഒരു വലിയൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഇതിനകത്തെല്ലാം ഓയിലും തോത്തി വെച്ചിട്ട് ഞങ്ങൾ വലിയ പ്ലേറ്റ് ഇല്ലാന്ന് കഴിഞ്ഞാൽ സാധാ ചെറിയ ചെറിയ പ്ലേറ്റ് ഉണ്ടല്ലേ അതിൽ ബീറ്റ് വയ്ക്കുക അത് ബീറ്റ് വയ്ക്കുമ്പോൾ ചുമ ഗട്ടിൽ ദളത്തിൽ നിങ്ങൾ സാധാരണ മണ്ണെല്ലാം ബീറ്റുற പോലെ അങ്ങനെയല്ല തെലുവ് പുളി ബീറ്റ് വയ്ക്കണം പണ്ടെല്ലാം ഞങ്ങൾ ഇത് ഉമ്മടങ്ങെല്ലാം മൂണ്ടിരെല്ലാം ഉണ്ടല്ലേ വലിയ ചോമ്പുട മൂണ്ടിരെല്ലാം അത് ഉണ്ടല്ലേ അതിൽ ഞങ്ങൾ ഉമ്മടങ്ങെല്ലാം ബീറ്റ് വെച്ച് വന്നാറ് ಅದು ತೆಲುವು ಪಾಕಿಟ್ ಬೇಯ್ಬೇಕು ಬೇಗಮೇ ಗಟ್ಟಿಯಾയിട്ട് ಬಂದು ಇದು ಚಮ್ಮನೇರ ವೆಯ್ಟ್ ಹಾಕೊಂಡಿಲ್ಲ 1 ಗಂಟೆಲೇ ನಂಗೆ ಇದು ಗಟ್ಟಿಯಾയിട്ട് ಬಂದು 2 ಗಂಟೆ ಬೇನುಂಟಿಲ್ಲ ಅದ್ರ ಒಳಗಮೇ ನಂಗೆ ಇದು ಗಟ್ಟಿಯಾയിട്ട് ಬಂದು അപ്പോൾ ഇതുപോലെ ഇവിടെ ബിറ്റ് വെച്ചിട്ട് ഇതൊരു സൈഡിലേക്ക് ഇട്ട് ഇത് കട്ടിയായിട്ട് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ഞങ്ങൾ ഇതൊക്കെ പിന്നെ തേങ്ങയുടെ പാലൊന്ന് റെഡിയാക്കി വയ്ക്കണം അപ്പോൾ തേങ്ങ ഇതാ ഞാനിവിടെ ഒരു ബോക്സ് തേങ്ങ എടുത്തേ അവിടെ ഞങ്ങൾ ബോക്സിൽ കിട്ടില്ല അപ്പോൾ ഒരു ബോക്സ് തേങ്ങ എടുത്തേ ഞങ്ങൾ തേങ്ങ 1-2 തേങ്ങ എടുക്കുക ഞങ്ങൾ ഇപ്പോൾ എത്ര കുടിക്കുക വെക്കുക ಅದಕ್ಕೆ പിന്നെ എത്ര തേങ്ങ കുറുടി ആക്കണ്ട പിന്നെ ഞങ്ങൾ തേങ്ങയുടെ പാൽ എടുക്കുമ്പോൾ ചുമ്മ തുള്ളി കുറുടിയായിട്ട് തെലുവുപൊടി പാലെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾ അത്ര ടേസ്റ്റ് ആവില്ല നല്ല പച്ച തേങ്ങ നോക്കിയിട്ട് എടുത്തിട്ട് അത് ഞങ്ങൾ പാലെടുக்கிறீங்க നല്ല പാൽ കിട്ടുക പിന്നെ ഞങ്ങൾ എന്ന് വെച്ചാൽ പോലെ നല്ല തേങ്ങ ഏറെടുക്കറോ കുറുടി ആക്കണം 1-2 തേങ്ങ എടുക്കണം ഞങ്ങൾക്ക് അപ്പോൾ തേങ്ങ ഇതാ മിക്സി ജാറിട്ട് കൊടുത്താൽ ಅದಕ್ಕೆ ഞങ്ങൾ തണ്ണി ബീത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക ചെറിയ ചൂടുള്ള തണ്ണി ബീത്തിട്ട് നല്ല പാൽ കിട്ടും തേങ്ങയിൽ അപ്പോൾ ഇതാ ഇതുപോലെ തെല്ല തണ്ണി വിത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തത് ജണ്ണാമതവർക്ക് ഈ തേങ്ങയുടെ ഇതുണ്ടല്ലോ അതിൽ പീരുണ്ടല്ലോ അത് ഒന്നും കൂടി മിക്സി ജാർ ഇട്ടിട്ട് ബസ്സവർക്ക് തണ്ണി വിത്തിട്ട് അടിച്ചെടുക്കണം തേങ്ങ കുറുടി ആക്കണ്ട തേങ്ങ വേണം അപ്പമേ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കിற ഒന്നും കൂടി അടിച്ചെടുത്തതാ അപ്പോൾ തേങ്ങയുടെ പാൽ தான் ரெடி ஆயிடுது അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ ചക്കര വേണം പിന്നെ അതേപോലെ അതിൽ ടേസ്റ്റ് വേണം എത്ര ഉപ്പ് ഏലക്കി പൊടി അതെല്ലാം ഇട്ട് കൊടുക്കണം ചുമ്മാ തെലൂപ്പാക്കണ്ട തേങ്ങയുടെ പാൽ അപ്പോൾ നല്ലാവില്ല അപ്പോൾ ജണ്ട് വെച്ച് ചക്കര എടുത്തേ മധുര വേണം മധുര കുറുടി ആക്കണ്ട മധുര കുറുടി അങ്ങ് നല്ലാവില്ല നല്ല മധുര വേണം അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒന്ന് പൊടിച്ചെടുக்கிறேன் ഞാനിപ്പോൾ ഈ ചക്കര പൊടിച്ചെടുത്തിട്ട് മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ഇപ്പോൾ തേങ്ങ പാൽ എടുത്ത് വെച്ചല്ലോ അതേ പാൽ വിത്തിട്ട് തെല്ലാം നല്ല ഒന്ന് അരച്ചെടുക്കുക ഇത് ഈസി ആയിട്ട് ഇല്ലേ ഞങ്ങൾ പായ്പാട്ടിട്ട് ബിത്തിരെങ്കിൽ അങ്ങനെ ആവശ്യം ഈ ചക്കരയിൽ കാട്ടെല്ലാം ഇങ്ങനെ പൊയ്യ കാട്ടെല്ലാം ചെറിയ ചെറിയ പ്ലാസ്റ്റിക് അങ്ങനത്തെ ഇക്കറ് അപ്പോൾ അതെല്ലാം പോന്നിട്ട് ഇങ്ങനെ അരച്ചിട്ട് ബിത്തിരത് നല്ല കണ്ടല്ലേ ചെറിയ പ്ലാസ്റ്റിക് കൊണ്ടു അതേപോലെ പൊയ്യ ഒഴിക്കണം ഞങ്ങൾ അതിൽ കാട്ടെല്ലാം ഇക്കറ് അപ്പോൾ അതുപോലെ അരച്ചിട്ട് ബീത്തണോ ഇനിയിപ്പോൾ ഞങ്ങൾക്കില്ല ഫ്ലേവർക്ക് വേണ്ടിയിട്ട് ഏലക്കി പൊടി അത് എത്ര ഞങ്ങൾ വേണോ അത് വേണം എത്ര ബിത്തി കൊടുക്കണം പിന്നെ ഇതൊക്കെ ഉപ്പ് ഇടണം ടേസ്റ്റ് വേണം എത്ര ഉപ്പ് ഇട്ട് കൊടുക്കണം ചുമ്മ ഇടണ്ട അപ്പോൾ നല്ല മിക്സ് ആക്കി എടുത്തിട്ട് അപ്പോൾ ഈ പാൽ ഇവിടെ റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ മണ്ണി ഇതാക്കി വെച്ചിട്ടല്ലേ ഗട്ടിയാക്കി വെച്ചിട്ടല്ലേ അത് ഗട്ടിയായിട്ട് ಬಂದಲ್ಲಿ പിന്നെ ಇದಕ್ಕೆ ഞങ്ങൾ കട്ടാക്കിയിട്ട് ഇട്ടെങ്കൈത്ത് അപ്പോൾ ഇതാ ഇവിടെ ഗട്ടിയായിട്ട് വന്നത് ഇതിപ്പോൾ ഞങ്ങൾ 1 ഗಂಟೆല്ലാം കഴിഞ്ഞിരുന്നു ഞാൻ പാലെടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് ഗട്ടിയായിട്ട് വന്നാൽ പിന്നെ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കണം അത് പൊടിയായിട്ട് കട്ടാക്കി എടുക്കണം അത് ഞങ്ങൾക്ക് എത്ര ചുമ പൊടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ടാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതിൽ ചുമ പൊടിയായിട്ട് കട്ടാക്കിയിട്ടില്ല സാധാരണ അങ്ങനെ ചുമ വലിയ പീസാക്കിയിട്ടും കട്ടാക്കണ്ട അങ്ങനെ ഞങ്ങൾ കട്ടാക്കി കഴിത്ത് എല്ലാം ഇതുപോലെ ഒന്ന് ഇതാ കട്ടാക്കി എടുത്തേ കണ്ടല്ലേ ഇതുപോലെ ഇത്ര വലിയ പീസാക്കി ഞാനിപ്പോൾ എടുത്തേ ഞങ്ങൾ ഇതിനെ കാട്ടി പൊടിയായിട്ട് കട്ടാക്കിറങ്ങും അങ്ങനെ ഞങ്ങൾ ആക്കി എടുക്കുക എങ്ങനെ വേണോ അങ്ങനെ ആക്കറോ അപ്പോൾ ഇതുപോലെയെല്ലാം കട്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ തേങ്ങയുടെ പാൽ കിട്ടിയിട്ട് ഇതിൽ മിക്സ് ആക്കി എടുത്തെങ്കിട്ട് അപ്പോൾ ഈ മഞ്ഞയുടെ പീസെല്ലാം കണ്ടല്ലോ എല്ലാം ಬೇರೆ ഉണ്ടോ ഒന്നിങ്ങനെ പത്തി പിടിച്ചിട്ട് മിക്സ് ആവണം അങ്ങനെയെല്ലാം ഇല്ല ചെന്ന് ഞങ്ങൾ ഇത് കറക്റ്റ് തണ്ണി ഇതേപോലെ ആക്കിറെങ്കിൽ നല്ല ഞങ്ങൾ ജെല്ലിയെല്ലാം കട്ടാക്കിയിട്ടല്ലേ അതേപോലെ ഇക്കറി എല്ലാം ಬೇರೆ നിൽക്കരുത് ഇല്ല എനിക്ക് പാലിൽ മിക്സ് ആവര് കലങ്ങിയ പോലെ എല്ലാം അവിടെ തെളുപ്പങ്ങ അങ്ങനെയെല്ലാം ആവിടുക അപ്പോൾ ഇതേപോലെ ആക്കിങ്ങೈತೆ അപ്പോൾ കണ്ടറല്ലേ ಹಿಂಡത്തിന് ഞങ്ങളെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റാഗിയുടെ സർബത്തോടെ റെഡി ആയിട്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഒന്ന് കോൾഡ് ആക്കിയിട്ട് കുടിക്കിറങ്ങി നല്ല ചുമ്മനേറെ ഫ്രിഡ്ജിൽ വെക്കണ്ട ചുമ്മനേറെ ഫ്രിഡ്ജിൽ വെക്കുന്ന
ഇത് തേങ്ങയുടെ പാലല്ലേ, അപ്പോൾ അതിങ്ങനെ മേലെല്ലാം ഒന്നിയ പോലെ ആടും. ഇതെല്ലാം ഒന്ന് ലൈറ്റായിട്ടൊന്ന് കോൾഡാക്കി കുടിக்கிறீங்க, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. പണ്ടെല്ലാം ഇത് നോമ്പിലെ യാറാക്കി ഇന്ന് കുടിക്കുക ചെന്നെങ്കിൽ ഇത് നോമ്പിലെ ഞങ്ങൾക്ക് തടിയെല്ലാം ഉഷ്ണ അവിടെ യാറാ. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ ചൂട് കാലമല്ല പണ്ട്, ചൂട് കാലത്തിൽ നോമ്പ് തിരക്കവും മാത്രമല്ല ചൂടിലെല്ലാം ഞങ്ങൾ ഇതാക്കി കുടിக்கிறீங்க. തടിക്ക് സംപ്പ് ഇത് ഞങ്ങൾ തടിയെല്ലാം ചൂടാവിടെങ്കെല്ലാം ഇത് കുടിച്ച് ഒരിക്കമേ കുടിച്ചെങ്കിൽ ഞങ്ങൾക്ക് ശീത്താവിടെങ്കെല്ലാം ಬೇಗ ഇത് ശീത്തല്ല ആടും, അത്ര സംപ്പ് ഇത് കുടിക്കുക. അപ്പോൾ കണ്ടറല്ലേ നിങ്ങൾ ആക്കി നോക്കൂറു, എനിക്ക് എല്ലാവർക്കും ഇഷ്ടം. ഈ ഒരു കുടിക്കുക എല്ലാവർക്കും ഇഷ്ടമായിട്ട് കണ്ട് നക്ക് നല്ല ഇഷ്ടമായിട്ടേക്കറ്. അപ്പോൾ നിങ്ങൾ ആക്കി നോക്കൂറു, എനിക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂറു, കമൻറ്റ് ആക്കൂറു. അതേപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കുറു. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുമ്പോൾ മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ആക്കുറു. ഇൻഷാ അല്ലാ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.